ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വാട്സപ്പ് ചോദ്യമാണ്: നാം എല്ലാം വീടുകളിൽ ഭഗവാന്റെ രൂപങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കുറച്ച് പേര് ഉപാസനയിലേക്ക് മാറുന്നു, അതായത് ബിംബങ്ങൾ വെച്ച്. അപ്പോൾ നമ്മൾ ഉപാസനകൾ ദിവസവും ചെയ്ത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ദിനം പ്രതി ലോസിലേക്ക്, കഷ്ടപ്പാടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉപാസകർക്ക് നേരിടേണ്ടി വരുന്ന ദിവസങ്ങൾ. ഇതെന്തുകൊണ്ടാണ്? ഇപ്പോൾ സാധാരണ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപാസിച്ച് മാറ്റങ്ങൾ വരിക, ജീവിതത്തിൽ ഉയർച്ച വരിക, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചിന്തകമായിട്ട് വരുന്നത്. പക്ഷേ ഒരു ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് വിചാരിക്കണം, ഉപാസനയിൽ സിദ്ധികൾ വരുന്തോറും നമ്മുടെ ശരീരം തന്നെ മൂർത്തി ഏറ്റെടുക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം വിട്ടുമാറുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും നടക്കുന്നത്. അത് ചിലപ്പോൾ രക്തബന്ധങ്ങളാകാം, കുടുംബക്കാരാകാം, ആത്മമിത്രങ്ങളാകാം. നാം ഒന്ന് മനസ്സിലാക്കണം, ഉപാസനാമൂർത്തി ഒരിക്കലും നമുക്ക് അനിശ്ചിതമായിട്ട്, അതായത് നമുക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളതാണ്. ഉപാസനാമൂർത്തി നമ്മുടെ എല്ലാ രീതിയിലും സേഫ് സോണിൽ എത്തിക്കാനുള്ള ട്രാക്കിലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ മണ്ടന്മാരായി, അതായത് കാപട്യമായിട്ടുള്ള വഞ്ചനായിട്ടുള്ള ബന്ധങ്ങളെ വിശ്വസിച്ച്, സത്യസന്ധമാണെന്ന് വിശ്വസിച്ച് കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഫെയിലുവർ എന്ന അവസ്ഥയിലേക്ക് നാം എത്തുന്നത്. അപ്പോൾ ഉപാസന തുടങ്ങിക്കഴിയുമ്പോൾ, കുറച്ച് നാൾ അങ്ങോട്ട് പോകുമ്പോൾ, നിങ്ങളുടെ ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എന്ന് പറഞ്ഞാൽ കപടതകൾ അവരുടെ മനസ്സിലുള്ളിടത്ത ആ വ്യക്തികളൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഡസൻറ്റ് മീൻസ് ഉപാസന ചെയ്യുന്നതിൻ്റെ ആഘാതമാണ് എന്ന് വിചാരിക്കരുത്. ബട്ട് നിങ്ങളെ സേഫ് സോണിലേക്ക് കൊണ്ടുവരിക, ചതിയിൽ നിന്നും. ഭാവിയിൽ അവർ ചതിക്കാം, ചതി കൂടെ കൊണ്ട് നടന്ന് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇവയൊക്കെ പെട്ടെന്ന് തന്നെ അകന്ന് മാറിയാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനാവും.
ഏതൊരു ഉപാസകൻ ആത്മാർത്ഥമായിട്ട്, അതായത് സങ്കല്പം ചെയ്ത്, അതായത് ഒരു ഉപാസന തുടങ്ങുമ്പോൾ ഉപാസനാമൂർത്തിയോട് ഒരു സങ്കല്പം ചെയ്യും. നമ്മൾ എന്ത് തന്നെ വന്നാലും, ഏതൊക്കെ സാഹചര്യം നേരിടേണ്ടി വന്നാലും, ഞാൻ ഈ ഉപാസന ഭംഗം വരുത്തില്ല എന്ന് സങ്കല്പം ചെയ്തവർ ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നാലും അവർ ഉപാസനാമൂർത്തിയെ കൈവിടില്ല, മുറുക്കെ പിടിച്ചു തന്നെ ഇരിക്കും. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉപാസനാമൂർത്തി എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. പക്ഷേ ഇന്ന് നാം എന്താ ചെയ്യുന്നത്? കുറച്ചാൾ ഉപാസിക്കും, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, എല്ലാവരും അകലുന്നു. അപ്പോൾ ഉപാസനാമൂർത്തിയെ എടുത്ത് വല്ല ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ തണലോ ഒക്കെ വെച്ച് നമ്മൾ സുല്ല് പറയും. അങ്ങനെ ചെയ്താലും നമുക്ക് പ്രഷർ കൂടത്തേ ഉള്ളൂ. കാരണം അത് തന്നെ വലിയ അപരാധമാണ്. ഉപാസന തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപാസന ചെയ്യാൻ തുനിയുന്നവരോട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പകുതി വെച്ച് നിർത്തിക്കൂടാ. നിർത്തിയാൽ പ്രശ്നങ്ങൾ ഇരട്ടിയാവും. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു ഉപാസകന് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും ഉപാസനാമൂർത്തി അവൻ്റെ രോമം പോലും വേദനിക്കാത്ത രീതിയിൽ സേഫ് സോണിൽ എത്തിക്കും എന്നുള്ളതും നാം ഓർക്കണം. എത്ര തന്നെ ഇപ്പം അഷ്ടദിക്കിന്നാണ് പ്രശ്നം വരുന്നതെങ്കിലും അതിന് ബദലായിട്ട്, മീൻസ് അഷ്ടദിക്കിലാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു കൊതുക് കുത്തിയ വേദന പോലും വരാത്ത രീതിയിൽ ആ സ്റ്റേജിനെ മറികടത്തിക്കൊണ്ട് സേഫ് സോണിൽ എത്തിക്കുന്ന, അതിസ്നേഹം പകർന്നു തരുന്ന ഒരു മൂർത്തിയാണ് ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉപാസനാമൂർത്തിയെ പലവിധമാകാം. ചിലവർ വിഷ്ണുമായ ഉപാസകനാകാം, കരിങ്കുട്ടിച്ചാത്തനാകാം, അല്ലെങ്കിൽ വാരാഹി ഉപാസകരാകാം. വാരാഹിയൊക്കെ താന്ത്രിക ദേവതകളാണ്, അതിലിപ്പോൾ കടക്കാതിരിക്കുക. ഇപ്പോൾ നോർമലി താന്ത്രിക ദേവതയെ മറിച്ച് ഹനുമാൻ സ്വാമി, അതേപോലെ ശ്രീകൃഷ്ണൻ, ദുർഗ, നോർമലായിട്ടുള്ള ദക്ഷിണകാളി അല്ലാത്ത കാളി, ഇവയൊക്കെ നമുക്ക് സാധാരണ ഉപാസന ചെയ്യാവുന്ന ദേവതകളാണ്. അതായത് നക്ഷത്ര ദേവതകൾ എന്ന് പറയും. അപ്പോൾ നക്ഷത്ര ദേവതകളെ ഉപാസിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമ്മുടെ ജാതകത്തിൽ ഒരു ഇഷ്ടദേവനെ വിധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങൾ ജാതകം കൊണ്ട് ജ്യോത്സ്യനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവതയെ വിധിച്ചിട്ടുണ്ട്. ആ ദേവതേനെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം തരും, ഫലം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ദേവതയെ, അല്ലെങ്കിൽ വിഷ്ണുമായ, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പബ്ലിക്കിൽ പ്ലാറ്റ്ഫോമിൽ കാണുന്ന അവൻ ഇന്ന ദേവതേനെ ഉപാസിച്ച പെട്ടെന്നവൻ കുറേ സ്വർണ്ണമാലയും അല്ലെങ്കിൽ പോർഷെ കാറൊക്കെ മേടിക്കുന്നു. അങ്ങനെയാണ് കൂടുതലും പേര് ഉപാസനാമൂർത്തിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ ഉപാസിച്ച് നമുക്ക് ഉയർച്ച വരണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ വിധിച്ചിട്ടുള്ള ഉപാസനാമൂർത്തിയെ വേണം, ഇഷ്ടദേവതയെ വേണം ഉപാസനാമൂർത്തിക്ക് തിരഞ്ഞെടുക്കാൻ. കാരണം ജന്മാന്തരങ്ങളായിട്ട് മാറ്റമില്ലാത്ത ഒരു ദേവതയുണ്ടെങ്കിൽ അത് നമ്മുടെ ജാതകത്തിൽ വ്യക്തമായിട്ടുള്ള ഉപാസനാമൂർത്തി ആയിരിക്കും. ഇപ്പോൾ ജന്മാന്തരങ്ങളാവുമ്പോൾ
നമ്മുടെ അച്ഛൻ അമ്മമാർ മാറാം. കാരണം കഴിഞ്ഞ ജന്മത്തിലെ അച്ഛനമ്മയായിരിക്കില്ല ഈ ജന്മത്തിൽ. ഗുരുവും അതേപോലെയാണ്. പക്ഷേ മാറാത്ത രണ്ട് തത്വങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വപത്നി, രണ്ട് ഉപാസനാമൂർത്തി. ഈ രണ്ട് തത്വങ്ങൾ ഒരിക്കലും മാറത്തില്ല. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് അതേ തത്വമായിരിക്കും. കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയായിരിക്കും ഈ ജന്മത്തിലെ നിങ്ങളുടെ ഭാര്യ. കഴിഞ്ഞ ജന്മത്തിലെ ഉപാസനാമൂർത്തി തന്നെയാണ് ഈ ജന്മത്തിലും നിങ്ങളുടെ ഉപാസനാമൂർത്തിയായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം മാറ്റം വരും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഒരു ജന്മം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അച്ഛനമ്മമാരുടെ കൂടെ കുറച്ച് നാളെ നിങ്ങൾ ജീവിക്കുകയുള്ളൂ. ഗുരുവിൻ്റെ ആണെങ്കിലും കുറച്ച് നാളെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ സമാധിയാവും, അല്ലെങ്കിൽ മരണപ്പെടും. പക്ഷെ ഭാര്യ ഉപാസനാമൂർത്തി, ഫസ്റ്റ് പ്രയോറിറ്റി ഉപാസനാമൂർത്തിയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, എങ്ങനെ ഉപാസനാമൂർത്തിയായിട്ട് ബന്ധം, അതായത് കമ്മ്യൂണിക്കേഷൻ, അത് സിദ്ധരീതിയിൽ എങ്ങനെ അതിനെ ഡീറ്റെയിൽഡ് ആക്കാം. നമുക്കറിയാം, നമ്മൾ പഴയ ക്ഷേത്രങ്ങളിൽ, അതായത് തിരുപ്പതിയിൽ, ശ്രീരംഗത്ത്, പഴനിയിൽ ഒക്കെ നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് എന്താണ് പ്രാർത്ഥിക്കുന്നത്, അത് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അവിടുത്തെ ദേവത നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ദേവത ഒരിക്കലും പ്രാർത്ഥന അങ്ങോട്ട് കേൾക്കുന്നില്ല, പ്രത്യേകിച്ചും ഉപാസനമൂർത്തി. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നു, ഞാൻ എല്ലാ ആഴ്ചയിൽ 2-3 പ്രാവശ്യം പാലഭിഷേകം ചെയ്യുന്നു, നിവേദ്യം തരുന്നു, ഭഗവാൻ എൻ്റെ വാക്ക് എന്താണ്, എൻ്റെ പ്രാർത്ഥന എന്താണ് കേൾക്കാത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോലെ ഹൃദയമിടിപ്പും രക്തവും ദാഹവും വിശപ്പും ഉണ്ടെന്ന് നമുക്കൊരു ബോധ്യം ആ ഉപാസനാമൂർത്തിക്ക് എങ്ങനെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മളെപ്പോലെ ആ മൂർത്തിയെയും നമ്മൾ സ്നേഹിക്കണം, കണ്ണിലുണ്ണിയായിട്ട് സ്നേഹിക്കണം. നമുക്കൊരു കൊച്ച് വീട്ടിലുണ്ടായാൽ ആ കൊച്ചിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യും, അതേപോലത്തെ കെയർ വേണം നമുക്ക് ആ മൂർത്തിയോട്. രണ്ടാമത്, ഈ ബ്രഹ്മാണ്ടം നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു ചൈതന്യമാണ് എൻ്റെ മുമ്പിൽ എന്നുള്ള ബോധ്യവും വേണം. അതുപോലത്തെ സീരിയസ്നെസ് നമുക്ക് വേണം. 3, നമുക്ക് എന്തൊക്കെ ദാഹമുണ്ട്, വിശപ്പുണ്ട്, അതേപോലെ നമ്മൾ നൈവേദ്യവും ദാഹജലം, അതായത് തീർത്ഥവും ഭഗവാന്റെ മുമ്പിൽ നീന്തിക്കണം. അതെല്ലാ ദിവസവും നമ്മളത് റൂട്ടീനായിട്ട്. അപ്പോൾ സാധാരണ നിവേദ്യം എന്ന് വെക്കണം, നിങ്ങൾ പാൽപ്പായസമോ ഒന്നും ഞാൻ പറയുന്നില്ല, അവിലോ മലരോ ഒക്കെ ആവാം. ആഴ്ചയിൽ ഒരിക്കലൊരു പാൽപ്പായസമോ അല്ലെങ്കിൽ ശർക്കര പായസമോ അല്ലെങ്കിൽ വെള്ള നിവേദ്യമോ ആവുന്നത് അത്യുത്തമം. നിവേദ്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് പ്രസാദമായിട്ട് കഴിക്കാം, സേവിക്കാം. ഭഗവാനെ നെഗറ്റീവ് എനർജിയിൽ നിന്നും, അതായത് ഉപാസനാമൂർത്തിക്ക് കണ്ണ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ വരുന്നവർ ചെറിയ ചെറിയ ആളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ എപ്പോഴും ക്ലോസ്ഡ് ഡോർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ പൂജാമുറിക്ക് വേണം. കാരണം വരുന്നവരുടെ ദൃഷ്ടി നമ്മുടെ മൂർത്തിയിൽ പെടാത്തവണ്ണം, പൂജാസമയത്തല്ലാത്ത, വിളക്ക് തെളിയാത്ത, നമ്മൾ ഉപാസന കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ആ പൂജാമുറി അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഓരോ വീട്ടിലും ഉണ്ടാവണം.
തുറന്ന പുസ്തകവുമാവരുത്. പിന്നെ നമ്മൾ മൂർത്തിക്ക് അഭിഷേകം ചെയ്യുന്നു. ഇപ്പോൾ വേലാണെങ്കിൽ ചിലതിൽ സാളഗ്രാമമായിരിക്കും, ചിലപ്പോൾ ശ്രീചക്രമായിരിക്കും, ചിലപ്പോൾ ബിംബങ്ങളായിരിക്കും. ഇപ്പോൾ ബിംബങ്ങൾ നമ്മൾ എല്ലാ ദിവസവും അഭിഷേകം ചെയ്ത് നല്ല രീതിയിൽ തുടച്ച് അതിൽ ധൂപം കാട്ടുക, സുഗന്ധമായിട്ടുള്ള ധൂപം കാട്ടി ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ മെയിൻ റൂട്ടീൻ. അതായത് നമ്മളൊരു വെറ്റിലെടുക്കുക. വെറ്റിലയിൽ അരഗജ തേക്കുക, ഒരു നുള്ളെടുത്തിട്ട് അതിൽ തേക്കുക. എന്നിട്ട് ആ മൂർത്തിയുടെ മൂലമന്ത്രം ഒരു 21 പ്രാവശ്യം ജപിക്കുക. വലത്തെ കയ്യിൽ വെറ്റിലെടുത്ത് ആ മൂർത്തിയെ കാണിച്ച് ആ മൂലമന്ത്രം ജപിക്കുക. അതിനുശേഷം ഈ മോതിരവിരൽ കൊണ്ട് ആ മൂർത്തിയുടെ ദേഹത്ത് ലൈറ്റായിട്ട് തേക്കുക. എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ക്രിയ അഭിഷേകം ചെയ്തതിന് ശേഷം തുടച്ച് ധൂപം കാട്ടിയതിന് ശേഷം ഇവൻ അലങ്കാരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അലങ്കാരം കഴിഞ്ഞിട്ട് മതി ഈ അരഗജ തേക്കുവാൻ. എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു റൂട്ടീൻ അരഗജ ലേപനം ചെയ്താൽ 21 ഡേയ്സ് നിങ്ങൾ ഒരു പോസിറ്റീവ് ആംബിയൻസിലേക്ക് വന്നിരിക്കും. മൂർത്തി നിങ്ങളെ കേൾക്കുന്നുണ്ട്. അതേപോലെ മൂർത്തി നിങ്ങളോട് ഓരോ കാര്യം പറയുന്നതായിട്ടും ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നടക്കുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സിദ്ധരീതിയിലുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ. അരഗജ നല്ല സുഗന്ധമായിട്ടുള്ള ലേപനമാണ്. മാത്രമല്ല കുട്ടികൾക്ക് കൺദൃഷ്ടി വരാതിരിക്കാനും പണ്ടത്തെ കാരണവന്മാർ, നമ്മുടെ മുത്തച്ഛിമാർ അരഗജ ഇവിടെയൊക്കെ തരും. പക്ഷെ ഇന്നതൊക്കെ കൺമഷിയായി. കുട്ടികൾക്ക് പണ്ട് കണ്ണ് കിട്ടാതിരിക്കാൻ അവിടെ ഇവിടെ ഒക്കെ തേച്ചുകൊണ്ടിരുന്നത് അരഗജയാണ്. നല്ല മണമാണ്. പക്ഷെ അരഗജ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കേരളീയർക്ക് കൺദൃഷ്ടി വരാതിരിക്കാൻ ഇപ്പോൾ കൺമഷിയാണ് തേക്കുന്നത്. പക്ഷെ കൺമഷി അല്ല തേക്കേണ്ടത്. കുട്ടികൾക്ക് എപ്പോഴും അരഗജയാണ് അത്യുത്തമം. അതാണ് തേക്കാറ്. പക്ഷെ അതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൺമഷിയിൽ അങ്ങോട്ട് ഒപ്പിക്കുന്നു. പക്ഷെ കൺദൃഷ്ടി കുട്ടികൾക്ക് ഏൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ഉപാസകനാണെങ്കിൽ അരഗജ ഒരു ശീലമാക്കുക. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ബാക്കി വന്ന അരഗജ, വെറ്റിലയിൽ ബാക്കി വന്ന അരഗജ നമ്മൾ സ്വയമേ ഒന്ന് തേക്കുന്നതും നല്ലതാണ്. ആകർഷണം, വ്യക്തിത്വം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പോസിറ്റീവ്നെസ്, ഒരു ആകർഷണം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ